അടൂരിൽ യുവാവ് വാഹന പരിശോധന തടസ്സപ്പെടുത്തിയെന്നും ആർടി ഓഫീസ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതി. സംഭവത്തിൽ കടമ്പനാട് സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാറിന് വെള്ളി പോയി നിൽക്കുന്നില്ല, സ്കൂളിൽ വെള്ളം പിള്ളേരെ വിളിക്കാൻ പറഞ്ഞെങ്കിൽ എവിടെയാണ് സാറിന്റെ വെള്ളത്തിൽ പോയി നിൽക്കുന്നത്? ആംബിയർ ഉണ്ടെങ്കിൽ അടിച്ചു വിറ്റാണ് പോകുന്നത്. സ്കൂളിൽ വെള്ളി പോയിട്ട് പിള്ളേരെ വിളിക്കാൻ വരാൻ പറ്റില്ല. എന്തിനു വിളിക്കാൻ സ്കൂളിൽ വെള്ളി പറ്റില്ല എന്നുള്ള പറ്റില്ല. അബിലാലുണ്ട്. അബിലാൽ, എന്താണ് സംഭവിച്ചത്? അബിലാൽ, എന്താണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? യുവാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാൻ കാര്യം എന്താണ്? വാഹന പരിശോധനയിൽ ഏർപ്പെട്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പ് പട്രോളിംഗ് ടീം അംഗങ്ങൾക്ക് നേരെയാണ് ഭീഷണിയും അതോടൊപ്പം തന്നെ അവർക്ക് ജോലി തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. അടൂർ ഭരണിക്കാവ് റോഡിൽ കടമ്പനാട് സ്കൂളിന് സമീപം ഇന്നലെ രാവിലെ 11:30 കൂടിയായിരുന്നു ഈ ദൃശ്യത്തിൽ നാം കാണുന്ന സംഭവം ഉണ്ടാകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ റോഡ് സൈഡിൽ വാഹനം നിർത്തി മറ്റ് വാഹനങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അസഭ്യ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് യുവാവ് കടന്നു വന്നത്. ഇയാൾ ആദ്യഘട്ടത്തിൽ തന്നെ മദ്യലഹരിയിലാണ് എന്നുള്ള സംശയം ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അത് അവഗണിക്കാൻ, ഭീഷണിയും അതോടൊപ്പം തന്നെ ജോലി തടസ്സപ്പെടുത്താനുള്ള ശ്രമവും അവഗണിക്കാനായിരുന്നു ആദ്യ ശ്രമം. എന്നാൽ തുടർച്ചയായി ഭീഷണിയും അതോടൊപ്പം തന്നെ മുണ്ടുമടക്കി കുത്തി ജീവനക്കാർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായതോടുകൂടി അവർ പോലീസിൻ്റെ സഹായം തേടുകയായിരുന്നു. സ്കൂളിന് സമീപം വാഹന പരിശോധന അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിലായിരുന്നു യുവാവ്. എന്നാൽ മറ്റൊരു സ്ഥലം അതിനായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ബാറിൻ്റെ പരിസരമാണ്. അവിടെ പോയി വാഹനം പരിശോധിക്കുമെന്ന് നിഷ്കർഷിക്കുന്ന തരത്തിലേക്ക് യുവാവിൻ്റെ സ്വഭാവം മാറിയിരുന്നു. പിന്നീട് ഏനാത്ത് പോലീസ് സ്ഥലത്ത് എത്തിയപ്പോഴേക്കും യുവാവ് സ്ഥലത്ത് നിന്നും കടന്നിരുന്നു. പിന്നീട് ബാറിന് സമീപത്ത് റോഡിൽ നിന്നാണ് ബിനുവിനെ പിടികൂടിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായതായി ഏനാത്ത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത ബിനുവിൻ്റെ അറസ്റ്റ് അല്പം മുമ്പ് രേഖപ്പെടുത്തി. ഇയാൾക്കെതിരെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ജോലി തടസ്സപ്പെടുത്തുക തുടങ്ങിയ ജാമ്യം വേഗത്തിൽ ലഭ്യമാകാതിരിക്കാനുള്ള വകുപ്പുകൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടി ഇയാളെ അടൂർ കോടതിയിൽ ഹാജരാക്കും. അതിനാൽ തുടരുക. യുവാവിൻ്റെ വാക്കുകൾ, പ്രകോപനപരമായ ഭീഷണി മുഴക്കുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. സാറിന് വെള്ളി പോയി നിൽക്കുന്നില്ല, സ്കൂളിൽ വെള്ളം പിള്ളേരെ വിളിക്കാൻ പറഞ്ഞെങ്കിൽ എവിടെയാണ് സാറിന്റെ വെള്ളത്തിൽ പോയി നിൽക്കുന്നത്? ആംബിയർ ഉണ്ടെങ്കിൽ അടിച്ചു വിറ്റാണ് പോകുന്നത്. സ്കൂളിൽ വെള്ളി പോയിട്ട് പിള്ളേരെ വിളിക്കാൻ വരാൻ പറ്റില്ല. എന്തിനു വിളിക്കാൻ സ്കൂളിൽ വെള്ളി പറ്റില്ല എന്നുള്ള പറ്റില്ല. അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, മറ്റ് പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുമായി നേരത്തെയും ഈ പിടിയിലായ ആളുകളുടെ പശ്ചാത്തലം എന്താണ്? ലഹരിയിൽ മാത്രമാണോ അതോ മറ്റേതെങ്കിലും ക്രിമിനൽ കേസൊക്കെ ഉള്ള ആളാണോ? എന്താണ് പോലീസിന്റെ കയ്യിലേക്ക് എത്തിയ ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാകുന്നത്? പ്രതീക്ഷ സമീപകാലത്ത് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരുടെയും നിയമലംഘനങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ ചില മേഖലകളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയും വലിയ ലൈക്കും ലഭിച്ച സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണോ മദ്യലഹരിയിൽ യുവാവ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ ജോലി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തുകയും ചെയ്തതെന്നുള്ള സംശയം ബലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ
പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഇതിനു മുൻപ് ഏർപ്പെട്ടതായി പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ട് വരുന്ന ആളാണ് കടമ്പനാട് സ്വദേശിയായിട്ടുള്ള ബിനു. ഇയാൾക്ക് 38 വയസ്സാണ് പ്രായം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു ഇടപെടലാണ് മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരുടെ ജോലിക്കിടയിൽ ഉണ്ടായത്. ആ വേളയിൽ തന്നെ അവർ ഏനാത്ത് പോലീസിൻ്റെ സഹായം തേടുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. വിശദമായ വീഡിയോയുടെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഇയാളുടെ വൈദ്യപരിശോധനയുടെ ഫലം കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാനും തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ തുടരുകയാണ്. വൈകുന്നേരത്തോടു കൂടി തന്നെ ബിനുവിനെ കോടതിയിൽ. ശരി, ശ്രീ കെ അബിലാലാണ് വിവരങ്ങൾ നൽകിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് യുവാവിന്റെ ഭീഷണിയും പ്രകോപനവും. വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. അടൂർ.